2-3 ദിവസത്തെ കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ ഈ വ്ളോഗിൽ. അപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതേ താഴെ ഇറങ്ങിയതാണ്. ഹെൽമെറ്റൊക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ജിക്കുട്ടൻ ഒറ്റയ്ക്ക് സൈക്കിളിന് പോകണ കാരണം നല്ല സുഖമാണ്. അപ്പോൾ ഇവിടെ താഴെ ഇങ്ങനെ നമ്മൾ ഊതിയ പറക്കണ ഒരു പൂവുണ്ടല്ലോ, അപ്പം അതിൻ്റെ ഒരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചേട്ടനാണ് പറഞ്ഞത് ഈ മഞ്ഞപ്പൂവ് ഉണങ്ങിയിട്ടാണ് ഇങ്ങനെ ആവണത്, പിന്നെ അതിൻ്റെ വിത്താണതെന്നൊക്കെ. അപ്പോൾ നോക്കിയപ്പോൾ ശരിയാണ്, ആ ചെടിയിലാണ് ഇത് ഉണ്ടാവണത് കേട്ടോ. കിച്ചുകൂട്ടൻ ചേട്ടൻ്റെ സൈക്കിളിൻ്റെ ബാക്കിലിരിക്കും, പിന്നെ ഞാനൊരു സൈക്കിൾ എടുക്കും, ജിക്കു വേറെ സൈക്കിൾ എടുക്കും. അങ്ങനെ 3 സൈക്കിൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അടുത്ത് പുറത്തൊക്കെ പോകാൻ നല്ല സുഖമാണ് കേട്ടോ. ഷോപ്പിങ്ങിനായാലും എല്ലാവരും കൂടി ഒരുമിച്ച് പോകും. അപ്പം എൻ്റെ സൈക്കിളിൽ എയർ കുറവായിട്ട് കുറേ നാളായിട്ടോ, പഞ്ചറാവാത്തത് ഭാഗ്യം. നാട്ടിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ആഴ്ചയിൽ സൈക്കിളിൽ എയർ അടിക്കും. ഇവിടെ വന്നിട്ട് എയർ അടിക്കാൻ നല്ല സുഖമാണ്, ഫ്രീ ആണ് നമുക്ക് എയർ അടിക്കാൻ. ഇതൊരു അമ്മാമേരെ സൈക്കിൾ കടയാണ് കേട്ടോ, വീടിൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് എയർ അടിക്കാൻ പേടിയാണ്, അത് പൊട്ടുമെന്നൊക്കെ. ഉള്ളിൽ കയറണുണ്ടോന്ന് എനിക്ക് ഞെക്കി നോക്കിയാലൊന്നും മനസ്സിലാവില്ല. നമ്മൾ കയറി ഇരിക്കുമ്പോൾ ടയർ താഴ്ന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എയർ ഇല്ല അത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ചേട്ടനെയും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും നാൾ ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ നീണ്ട് പോയി. അങ്ങനെ നമ്മൾ സൈക്കിളൊക്കെ എയർ അടിച്ചിട്ട് നമ്മളിത് ആ പാർക്കിലേക്ക് പോവാണ്. ഈ പാർക്ക് എന്ന് പറയുന്നത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള പാർക്കാണ്. ഇപ്പോൾ ഷോർട്സും റീൽസും ഒക്കെ ആയിട്ട് ഞാൻ കുറേ ഇട്ടിരുന്നു. നമ്മൾ സൈക്കിൾ പാർക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളത് എദഗാവ സൂയിലേക്കാണ് കേട്ടോ. ഞാൻ മുമ്പും വീഡിയോ കാണിച്ചിട്ടുണ്ട്, ഫ്രീ ആയിട്ടുള്ളൊരു സൂ ആണ്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടാണ് അധികവും റീൽസും ഷോർട്സും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ റീൽസും ഷോർട്സും ഒക്കെ നമ്മുടെ കിച്ചുകൂട്ടം കാണുമ്പോഴേ അവൻ പറയും എന്നെയും കൊണ്ടുപോകണം സൂയിൽ എന്ന് പറഞ്ഞിട്ട് കുറേ നാളായി പറയാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നല്ല ക്ലൈമറ്റ് ഒക്കെയാണ്, അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ സൂവിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. കുറച്ച് അനിമൽസേ ഉള്ളൂ, പക്ഷെ നമുക്ക് നല്ല സുഖമായിട്ട് കുട്ടികൾക്ക് അടുത്ത് കാണാനൊക്കെ പറ്റും. ആട്, കോഴി, മുയല്, ഈ ഷീപ്പൊക്കെ ഈ കൂട്ടിൽ തന്നെയായിരുന്നു. കൂടെന്ന് പറയാനൊന്നുമില്ല, ഇങ്ങനെ ഈ കാണുന്ന ഏരിയയിൽ. അപ്പോൾ ഇവറ്റങ്ങൾക്കൊന്നും വലിയ സൗണ്ട് ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ ആട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കണ്ടത് ഉറുമ്പുതീനിയാണ് കേട്ടോ, ആൻഡ് ഈറ്റർ എന്ന് പറയൂലേ അത്. പിന്നെ ഇവിടെ ഒരു റെഡ് പാണ്ഡ കൂടി ഉണ്ട്, അത് മരത്തിന്റെ മുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. കിച്ചുവിന് അതിനെ കാണാണ്ട് വിഷമായി. അപ്പൊ ഇപ്പൊ തണുപ്പൊക്കെ കുറഞ്ഞോണ്ട് തന്നെ കുട്ടികളൊക്കെ വെള്ളത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു. വേറെ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് ജിക്കുനെ വേഗം അവിടെ നിന്ന് കയറ്റിട്ടോ. നമ്മളിപ്പോ വന്നിരിക്കുന്ന ഈ പാർക്കിന്റെ പേര് ഗ്യോസൻ പാർക്ക് എന്നാണ് കേട്ടോ. അതിന്റെ ഒരു ഭാഗമാണ് ഈ എദഗാവ സൂ. ഇതിന്റെ മറ്റൊരു സൈഡിൽ എന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ളൊരു ഗാർഡൻ ആണ്. ഗാർഡനോ പാർക്കെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. നടുവിൽ ഒരു കുളം സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ അതിന്റെ സൈഡിലായിട്ടൊരു ട്രഡീഷണൽ ജാപ്പനീസ് സ്റ്റൈലിലുള്ളൊരു ഹാള് കൂടി ഉണ്ട്. നല്ല ഭംഗിയാണ്, നാട്ടിലത്തെ ഒരു തറവാട് ലുക്കൊക്കെയാണ്. അപ്പൊ അവിടെ എന്തോ ഒരു ഇവന്റ് നടക്കുന്നുണ്ടായിരുന്നു. ഫോറിനേഴ്സ് ആണ് വന്നിട്ട് കിമോണോ ഒക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും ഈ ഇവന്റുകളൊന്നും നമ്മൾ അറിയാതെ പോകുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഓട്ടം സീസൺ ആയിരിക്കും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. അപ്പൊ ഈ ഇലകളൊക്കെ ചുമന്നിട്ട് അതൊരു പ്രത്യേക ഭംഗി, ഇപ്പോഴും കാണാൻ നല്ല ഭംഗി തന്നെയാണ്. ഈ പാർക്കിന്റെ തന്നെ മറ്റൊരു ഭാഗത്തു നിന്നാണ് ഫുള്ള് ചക്കുരയൊക്കെ ആയിട്ട് ഞാനൊരു വേറൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാ സീസണിലും ഓരോ ഭംഗിയാണ് കാണാന്. ഇതിൽ നിറച്ച് മീനുകൾ ഉണ്ട് കേട്ടോ. മീനുകൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇപ്പൊ അവിടെ കണ്ടുവരുന്നില്ല. മീനിന്റെ ഫുഡ് മേടിച്ചിട്ട് നമുക്ക് കൊടുക്കാനൊക്കെ പറ്റും. എന്ത് ഭംഗിയല്ലേ കാണാന്. ഇത് ഫ്രീ ആയിട്ടുള്ള പാർക്കാണ്, അത്രയും നീറ്റും അത്രയും ക്ലീനും ആണ്. അതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം കേട്ടോ. ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആരും തന്നെ എവിടെ ഒന്നും വലിച്ചെറിയ ഒന്നും ചെയ്യില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ ക്ലീൻ ആക്കാൻ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ, പ്രായമായിട്ടുള്ള അച്ചാച്ചന്മാരൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കി കൊണ്ടേയിരിക്കുന്നുണ്ട്. അവധി ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഇതേപോലെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അവര് സമയം സ്പെൻഡ് ചെയ്യും. ജപ്പാൻകാരൊക്കെ ഇങ്ങനെ കണ്ടോ കൂട്ടത്തോടെ ഇരുന്നിട്ട് മീനോ കുഞ്ഞു ഞണ്ട് പോലെ എന്തൊക്കെയോ പിടിക്കുന്നുണ്ട് കേട്ടോ അതിന്. അപ്പൊ അവര് ചെറിയ കയ്യിലൊരു ബോക്സ് ഉണ്ടാവും, ചെറിയൊരു ചൂണ്ടയൊക്കെ ഉണ്ടാവും. നല്ല രസം ഉണ്ടായിരുന്നു അത് കണ്ടു നിൽക്കാൻ. അപ്പൊ നമ്മുടെ കയ്യിൽ ആവക സെറ്റപ്പ് ഒന്നും ഇല്ല. അപ്പൊ ഐസ്ക്രീം കഴിക്കാൻ ഒരു പൂതി തോന്നി. അപ്പൊ നമ്മൾ വെൻഡിങ് മെഷീനിൽ നിന്ന് ഐസ്ക്രീം മേടിക്കാനാണ്. പുറത്ത് 2 ഐസ്ക്രീം വാനുകൾ ഇങ്ങനെ ഐസ്ക്രീം ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ റേറ്റ് കൂടുതലാണ് കേട്ടോ. അപ്പൊ ഇതില് വെൻഡിങ് മെഷീനാണ് കുറച്ചും കൂടി റേറ്റ് കുറവും. പിന്നെ കുറെ ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ 3 ഫ്ലേവർ നോക്കി മേടിച്ചു. പിന്നെ കിച്ചു കുറച്ചേ കഴിക്കുള്ളൂ, ബാക്കി ഞങ്ങൾ ഇസ്കും. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് എത്തിട്ടോ. അങ്ങനെ ദാ വേറൊരു നല്ല ഭംഗിയുള്ളൊരു ദിവസം റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ 2 കുട്ടികളുടെ ബർത്ത്ഡേ ഒരു ദിവസം തന്നെ നടത്തുകയാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. നമ്മളെ വീടിന്റെ അവിടെ നിന്ന് ബസ് കയറിയിട്ട് പോകാനുണ്ട്. ഇത് നമ്മുടെ വീടിന്റെ ബാക്കിലുള്ളൊരു ഇടവഴിയാണ്. ഇടവഴിയല്ല, നല്ല ഭംഗിയുള്ളൊരു വഴിയാണ്. നല്ല രസമല്ലേ. അപ്പൊ നല്ല നീലാകാശവും പച്ചപ്പും എല്ലാം കൊണ്ടും നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഓട്ടം വരുമ്പോൾ ഒരു സൈഡ് ഫുള്ള് യെല്ലോ ലീവ്സ് ആയിട്ട് അത് വേറൊരു ഭംഗി. അത് ഇനി വരുമ്പോൾ വീഡിയോസിലൊക്കെ കാണിക്കാം, പണ്ടും കാണിച്ചിട്ടുണ്ട്. ഈ ഓവർ ബ്രിഡ്ജ് കയറി നമ്മൾ വേഗം നിഷിക്കസായി സ്റ്റേഷനിലെത്തി. അവിടെ നമുക്ക് പോകാനുള്ള ബസ് വന്നു, ബസ്സിലേക്ക് കയറാം.
സ്കൂൾ കുട്ടികളൊക്കെ അസംബ്ലിക്ക് പോണ പോലെയാണ് ഇവിടെ ബസ്സിലേക്ക് എല്ലാവരും വരിയായിട്ടാണ് കേട്ടോ പോവുക. ബസ് കാത്തു നിൽക്കുമ്പോഴായാലും എല്ലാവരും ആ ലൈന് ഫോം ചെയ്യും. അത് എവിടെ തിരക്ക് പിടിച്ച സ്ഥലത്തായാലും ഇങ്ങനെ ലൈൻ ഫോം ചെയ്യും. അതാണ് ജപ്പാൻകാരുടെ ഒരു നല്ല ശീലം കേട്ടോ. ഒരു ഉന്തും തള്ളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ബസ്സിലോ ട്രെയിനിലോ ആവട്ടെ, അത്ര അധികം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരാളുടെ മേത്ത് മുട്ടി ചവിട്ടും കുത്തും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ശബ്ദവും ഉണ്ടാവില്ല. ട്രെയിനും ബസ്സൊക്കെ ഭയങ്കര ക്വയറ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലേക്ക് എത്തിട്ടോ. ഫ്രണ്ടിന്റെ പേര് സഫ്ന എന്നാണ്. സഫ്നയുടെ ഹസ്ബൻഡ് റിയാസ്. പിന്നെ അവർ 2 കുട്ടികളാണ് കേട്ടോ, മൻഹെ മെഹസാനും. മൻഹയുടെയും മെഹസാന്റെയും ബർത്ത്ഡേ അടുത്തടുത്ത ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസമാണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ മെഹസാന് 1 ഇയർ ആണ്. അപ്പൊ ഫസ്റ്റ് ബർത്ത്ഡേ, പിന്നെ നമ്മുടെ ചേച്ചിക്കുട്ടിയുടെ ബർത്ത്ഡേയും കൂടിയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സഫ്നയും ഫാമിലിയൊക്കെ ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ അടുത്ത് തന്നെ ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പൊ അടുത്താണ് കേട്ടോ ഒരു വീട് മേടിച്ചിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത്. പക്ഷെ അവിടെ നിന്നുള്ള എല്ലാവരും ബർത്ത്ഡേ പാർട്ടിക്ക് വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി റെഡി ആയിട്ട് ഹാളിലേക്ക് പോവാണ്. വീടിന്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. വീടിനെ കുറിച്ചിട്ടുള്ള വീഡിയോ കാണാൻ ആഗ്രഹമുണ്ടോ? ഇങ്ങനെ ഇന്ത്യക്കാരൊക്കെ മേടിക്കുന്ന ഒരു വീടിന്റെ അല്ലെങ്കിൽ ഒരു ജാപ്പനീസ് ഹൗസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അങ്ങനെ നമ്മൾ ഹാളിലേക്ക് എത്തി. അപ്പൊ ഹാളിൽ ഇങ്ങനെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ അത് ഒരു സൈഡില് ശ്യാമും ചേട്ടനും കൂടി ചെയ്യുന്നുണ്ട്. ഷാർക്കിന്റെ പിന്നെ അതേപോലെ തന്നെ മെർമെയ്ഡിന്റെ തീമിലുള്ളതായിരുന്നു. ഒരു ബോയും ഒരു ഗേൾ ആണല്ലോ, അപ്പൊ രണ്ടും കൂടി മാച്ച് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു തീമിലാണ് ചെയ്യണത്. ബാക്കി ഫ്രണ്ട്സ് ഒക്കെ പാട് ചേർന്നിട്ട് ബാക്കി അറേഞ്ച്മെന്റ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട് ബൗൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓരോ ബൗൾ എടുത്തിട്ട് കഴിക്കാം. അപ്പൊ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെന്താ എല്ലാവരും വന്നു തുടങ്ങി. ഇനി നമ്മൾ കേക്ക് കട്ടിങ്ങിന്റെ ഒക്കെ ടൈം ആയി തുടങ്ങി കേട്ടോ. അതിന്റെ ഇടയ്ക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടിയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഇതാണ് അവരുടെ ഫാമിലി. അപ്പൊ കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ എല്ലാ കുട്ടിപ്പട്ടാളങ്ങളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ച് കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കേക്ക് കട്ടിങ് എക്സ്പേർട്സ് ഇവിടെ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജിസ് ചേച്ചിയും ശീതളാണ് സ്ഥിരം കേക്ക് കട്ടിങ്ങിന്റെ ആൾക്കാർ. ബാക്കി എല്ലാവരും സെർവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനിടയിൽ കൂടെ പാട്ടും കാര്യങ്ങളൊക്കെ പാടാൻ അറിയുന്നവരുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വിനീത ചേച്ചി അവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീ എത്തുമ്പോൾ ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തും. रात को जब चांद चमके जल के तन मेरा मैं करो मत करो चंदा इस गली का फेरा. ഇപ്പൊ പാട്ട് പാടിയത് തൊത്തുക്കുട്ടിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരുടെയും പാട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല, വീഡിയോസ് എടുക്കാനും പറ്റിയില്ല. ചേട്ടയിൽ നമ്മളെ കിച്ചൂനൊക്കെ എടുക്കാൻ പോകുമ്പോഴേ എല്ലാതും കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെന്താ പിന്നെ ഓരോരുത്തരുടെ ഫാമിലി ഫോട്ടോസ് ഒക്കെ എടുത്തു. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നല്ലൊരു ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. വീണ്ടും വേറൊരു ദിവസം റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതേ സൈക്കിൾ പാർക്കിൽ നിന്ന് നമ്മൾ സൈക്കിൾ എടുത്തിട്ട് പോവാണ് കേട്ടോ. പിന്നെ ജിക്കുട്ടനും കിച്ചും ചേട്ടനും കൂടിയിട്ട് നേരത്തെ പോയി. എന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടായില്ല. പണികളൊക്കെ തീർത്തിട്ട് സാവകാശം ഇറങ്ങാന്ന് വിചാരിച്ചു. നമ്മൾ പോണത് അവരുടെ 3 പേരുടെയും മുടി വെട്ടാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ജിക്കുട്ടിന് ഒരു ഫോണും മേടിക്കാനുണ്ട് കേട്ടോ. ജിക്കുട്ടിനെ ഫോണോ എന്ന് കേൾക്കുമ്പോൾ ചിലവർക്ക് ഒരു ഇത് തോന്നും, ഇത്ര ചെറുത്ത പ്രായത്തിൽ എന്തിനാ ഫോൺ മേടിച്ചു കൊടുക്കണേന്ന്. ഞാൻ പതുക്കെ പറയാം കേട്ടോ. അപ്പൊ നമ്മള് പോണത് സുനാമോ മോളിലേക്കാണ്. അപ്പൊ അതൊരു പുഴയാണ്. പുഴ ക്രോസ് ചെയ്യണം. ഭയങ്കര കുന്നാണ്. അപ്പൊ എനിക്കത് സൈക്കിൾ ചവിട്ടി കയറ്റാൻ പറ്റില്ല. നമ്മുടെ സൈക്കിള് സാധാരണ സൈക്കിളാണ്, ഗിയർ ഒന്നുമില്ല. അതൊക്കെ ഉന്തിയും ചവിട്ടിയും ഒക്കെ ഞാൻ ഒരു കണക്കിന് അവിടെ എത്തി. അവര് പാർക്ക് ചെയ്തിരിക്കുന്ന സൈക്കിളിന്റെ അടുത്ത് തന്നെ ഞാനും കൊണ്ട് സൈക്കിളൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ മുകളിലേക്ക് കയറി പോവാണ്. കിച്ചൂട്ടനും ചിക്കൂട്ടനും ആകെ ബോറടിച്ചിരിക്കുകയായിരുന്നു. അവരൊരു ടാബിൽ വീഡിയോ ഒക്കെ വെച്ച് കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഡോക്കോമന്റെ ഒരു ഓഫീസ്
ഫോൺ മേടിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ജിക്കുട്ടൻ ഒരു കിഡ്സ് ഫോൺ മേടിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ജിക്കുട്ടന് ഇപ്പൊ 8 വയസ്സായല്ലോ. അവനിപ്പോ കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് ആയി. സ്വിമ്മിങ് ക്ലാസ്സിലേക്ക് ആയാലും ഒറ്റയ്ക്ക് പോകണം. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ വീട്ടിൽ നിന്ന്. ഇപ്പൊ സൈക്കിളിന് ഒറ്റയ്ക്ക് പോകണം, പാർക്കിലേക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പോകുന്നു. ഇപ്പൊ എനിക്ക് എപ്പോഴും കൂടെ പോകാൻ പറ്റില്ലല്ലോ, നാട്ടിലത്തെ പോലെ പരിചയക്കാരൊന്നും ആയിക്കൊള്ളണമെന്നില്ല ചുറ്റണം. അപ്പൊ എന്തെങ്കിലും അവരൊരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അമ്മേനെയോ അച്ഛനെയൊക്കെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഫോൺ അത്യാവശ്യമാണ്. ഇവിടുത്തെ എല്ലാ കുട്ടികളുടെ കയ്യിലും ഉപയോഗിക്കുന്ന ഒരു കിഡ്സ് ഫോണാണ് കേട്ടോ നമ്മൾ മേടിക്കുന്നത്. ഫോണിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാട്ടെ. അതിനുശേഷം നമ്മൾ ആ ഷോപ്പിംഗ് മാളിൽ തന്നെ ഒരു മുടി വെട്ട് കടയിൽ കയറി 3 ആളുടെ മുടിയൊക്കെ വെട്ടി അതിനുശേഷം ഫ്രഷ്നസ് ബർഗറിൽ നിന്ന് വെജ് ബർഗറും ചിക്കൻ ബർഗറും ഒക്കെ കഴിച്ചു നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ടേബിളൊക്കെ തനിയെ തുടയ്ക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തുണിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഒക്കെ തുടച്ച് മിനുക്കിയിട്ടിട്ട് നമ്മൾ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.